ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയ സ്ത്രീയെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കി. പക്ഷേ കോടതിയിൽ വെച്ച് ഭർത്താവിന്റെ കൂടെ പോകാൻ വിസമ്മതിച്ച സ്ത്രീയെ അവരുടെ സുഹൃത്തായ അഭിഭാഷകയുടെ കൂടെ കോടതി പറഞ്ഞയച്ചു. അതിനെന്താണ്? പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് ആരുടെ കൂടെ പോകണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ഭർത്താവാണ് കോടതി ചെന്നത്. അതുകൊണ്ട് എന്താണ്? ഈ പറയുന്ന ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം അടുത്തുകൊണ്ടാണല്ലോ അവർ കാമുവിന്റെ കൂടെ ഓടിപ്പോയത്. അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ ഭർത്താവിന്റെ കൂടെ താമസിച്ചേ പറ്റൂ എന്നൊന്നും പറയാൻ കോടതിക്ക് പറ്റില്ല. ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായി? ഉവ്വോ, സംസാരിച്ചോ? അത് മതി. മഹേഷിന്റെ കേസായതുകൊണ്ട് ഇനി അത് മാറ്റിവെക്കാൻ പറ്റില്ല. ഈ വേഷത്തിൽ ഇനിയൊരു താമസം ഉണ്ടാവില്ല എന്ന് ഞാൻ മഹേഷിന് വാക്ക് കൊടുത്തു. ആ വാക്ക് കിട്ടിയ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യം കേട്ടോ. മഹേഷിനെ കാണുമ്പോൾ ഞാനങ്ങനെ മുഖത്ത് നോക്കും. അതുകൊണ്ടാ. അപ്പോ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവല്ലോ. ഈ മഹേഷ് ആരാ? ഭർത്താവോ? അയാളെ പറ്റി സ്നേഹത്തോടെ സംസാരിക്കാൻ മോഹനേട്ടൻ എന്താണ് ഇങ്ങനെ വെറുതെ എഴുതാപ്പുറം വായിക്കണേ? ഞാൻ എനിക്ക് പരിചയമുള്ള ഒരാളുടെ കാര്യം പറഞ്ഞു. പേര് മഹേഷ്. ആള് സുന്ദരൻ, ചെറുപ്പക്കാരൻ. ആളുകളോട് സ്നേഹമായിട്ട് സമാധാനമായിട്ടൊക്കെ സംസാരിക്കാൻ അറിയാം. അത്രയേ ഉള്ളു കാര്യം. അത്ര അല്ലല്ലോ ഉള്ളത്. മറ്റൊരു പുരുഷനെ പറ്റി വാദോരാ സംസാരിക്കുന്നത് ഒരു സ്ത്രീക്ക് നല്ലതല്ല. അതിന്റെ എല്ലാ ദോഷം മോഹനേട്ടനുണ്ട് താനോ? ഞാൻ പറഞ്ഞല്ലോ മോഹനേട്ടാ, ഭർത്താവിന്റെ വാശിയും ദേഷ്യം ചവിട്ടും തുപ്പും ഒറ്റ മരണം വരെ കഴിഞ്ഞിരുന്ന പെണ്ണുങ്ങളുടെ കാലം കഴിഞ്ഞു. ഭർത്താവ് ഭാര്യയോട് മാന്യമായി പെരുമാറില്ലെങ്കിൽ ഭാര്യ മാന്യമായി പെരുമാറുന്നോട് കൂടെ പോകും. അതോർത്തിട്ട് പിന്നെ കഴിഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലേ? അതായത് നീ പറഞ്ഞു വരുന്നത്, ഞാൻ നിന്നോട് മാന്യമായി പെരുമാറിയില്ല എങ്കിൽ നീ ആ സ്റ്റേഷനിൽ കിടത്തുന്ന മഹേഷിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഞാനിപ്പോ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും മഹേഷിന് സമ്മതമാണെന്ന് എനിക്കറിയില്ലല്ലോ. അതെ, വഴക്കുണ്ടാക്കാനാണെങ്കിൽ വേറെ എന്തോരം നല്ല കാരണങ്ങളുണ്ട്. ശരി പോലൊരു തറവാടിൽ ഒരൊറ്റ അവകാശി, കാണാൻ സുന്ദരൻ, നല്ല വിദ്യാഭ്യാസം, ഒന്നാന്തരം ജോലി. ഇതിൽ കൂടുതൽ ഒരാളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം? അത് മാത്രല്ലല്ലോ പ്രഫേ, അയാളുടെ സ്വഭാവം. ഗിരിജയോട് എന്ത് സ്നേഹ. വേറൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കില്ല. ആഫീസിൽ എന്തായാലും വേറെ പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ. അവരോട് ആരോടെങ്കിലും ഹരിദാസൻ കൊഞ്ചു കുഴയാനോ വർത്തമാനം പറയാനോ പോയതായി എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ന് പുറത്തൊന്നും പോകുന്നില്ലെന്നല്ലേ അവള് പറഞ്ഞത്. പിന്നെന്താ ഫോൺ എടുക്കാത്തത്? ശിശുപാലിന് ടൗണിൽ സ്റ്റേഷനിൽ നടത്തുന്ന മഹേഷിനെ അറിയാമോ? അറിയാം സർ. അവനാളെങ്ങനെയാ? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവന്റെ സ്വഭാവം എങ്ങനെയാണ് എന്ന് ഉള്ളത് പറയാലോ സാറേ. 6 വഷളനാ. ബാക്കി എല്ലാം സഹിക്കാം. പക്ഷെ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാടാ സഹിക്കാൻ പറ്റാത്ത. ആ കടയിൽ വരുന്ന സകല പെണ്ണുങ്ങളോടും ചിരിയും കളിയും നേരം പോക്ക് പറിച്ചിടും അവന്റെ ജോലി. അവന്റെ വർത്താനം കേട്ട ഏത് പെണ്ണുങ്ങളും വീഴുമെന്നാ കടയിലെ ജോലിക്കാര് പറയുന്നത്. അമ്പോ, ഈശ്വര, മോനേഴ് സാറല്ലേ? പറഞ്ഞ് നാക്ക് വായിലിട്ടപ്പോഴേക്കും ആളിങ്ങെത്തി. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. സാറിന് ഭയങ്കര ആയുസ് തന്നെ. മനസ്സിലായില്ല? അല്ല, ഞാൻ സ്റ്റേറ്റ് ബാങ്കിലെ സുധാകര സാറായിട്ട് ഫോണിൽ സാറിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യമല്ലേ? നാളെയോ മറ്റന്നാളോ സുധാകരൻ സാറിനോട് വില്ലേജ് ഓഫീസിലേക്ക് വരാൻ പറയൂ. എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാ അത് പിന്നെ അറിയില്ലേ? അല്ല, അറിയാം. സാറിന്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞെങ്കിൽ അത് ആവശ്യം ഞാൻ പറയാം. പക്ഷെ ആദ്യം ഉത്തമന് അവനെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ പറയൂ. അല്ല, അതിപ്പോ സാറേ ഈ അല്ല, പറഞ്ഞു വരുമ്പോ ഈ മഹേഷ് ആളത്ര ശരിയല്ല. ശരിയല്ലെന്ന് പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞ ആണുങ്ങൾക്ക് അയ്യോ, ഇത് മഹേഷ് അല്ലേ? മോഹനേഷൻ സാറല്ലേ, വില്ലേജ് ഓഫീസർ?
സുരേഷേ? ഞാൻ ഈ സാറിനൊന്ന് കാണാൻ വന്നതാ. അടി വരുന്നതിന് ഓടുന്നതാണ് നല്ലത്. അവിടെ എല്ലാം പറഞ്ഞു കൊടുത്തു കാണും. എന്ത് കാര്യം? സാറിനത് അറിയാലോ? ഇല്ല സാറേ. എനിക്കൊന്നും അറിഞ്ഞൂടാ. സാറിന് അറിയില്ലേ?